എല്ലാവർക്കും നമസ്തേ. നമ്മൾ രാജ്യസ്നേഹികൾ സംശയിച്ചതുപോലെ തന്നെയായിരുന്നു ഡൽഹിയിൽ ജന്തർ മന്ദറിൽ കൂറകളുടെ പാർട്ടിയായ CJPയുടെ സമരം എന്നത് ഇന്ന് നമ്മൾക്ക് വ്യക്തമായിരിക്കുകയാണ്. വാങ്ചുക്ക് എന്ന ചുക്കിനെ 10-20 ദിവസം അവിടെ അവർ ഉണ്ണാവൃതമിരുത്തി. എന്നിട്ട് അതിൻ്റെ നേതാവ്, കൂറകളുടെ നേതാവ്, CJPയുടെ നേതാവ് അഭിജിത് ദീപ്കെ വിദഗ്ധമായി അവിടെ നിന്ന് മാറി നിന്നു, നിരാഹാരം കിടക്കാതെ. മറ്റേ പൊട്ടച്ചാര് നിരാഹാരം കിടന്നു. അവസാനം അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല, അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചത്തുപോകും എന്നായപ്പോൾ അയാളുടെ സഹായിയെ കൊണ്ടൊരു കോടതിയിലൊരു ഹർജി കൊടുപ്പിച്ച് കോടതി ഇടപെട്ട് സർക്കാരിനോട് പറഞ്ഞ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. അങ്ങനെ ജീവൻ രക്ഷിച്ച് അയാൾ അതിൽ നിന്ന് വിദഗ്ധമായി ഈ ചുക്ക് അതിൽ നിന്ന് ഊരിപ്പോന്നു. അത് കഴിഞ്ഞ് ഇവർ തീരുമാനിച്ചു, ഇന്ന് പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയാണ്, പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തും. ഇവരാദ്യം പറഞ്ഞ എന്താണ്? സമാധാനപരമായി ഞങ്ങൾ മാർച്ച് നടത്തും. അവരുടെ ആവശ്യം എന്താണ്? ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണം. ഇവരുടെ ഈ മുദ്രാവാക്യങ്ങളിൽ നിന്ന് തന്നെ ജനങ്ങൾ മനസ്സിലാക്കി ഇതിന് പിന്നിൽ ഉള്ള കരങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെയാണ്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഏതൊക്കെ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴും ജനങ്ങൾ ഇവരെ നിഷ്കരണം തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇവർക്ക് നേരായ മാർഗത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുകയില്ല എന്ന് കോൺഗ്രസിന് മനസ്സിലായപ്പോൾ അവർ തിരഞ്ഞെടുത്ത മാർഗമാണ് ഈ കൂറകളെ മുന്നിൽ നിർത്തി രാജ്യത്ത് കലാപം സൃഷ്ടിക്കുക എന്നുള്ളത്. ഇവർ ലക്ഷ്യമിട്ടത് നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നടന്നതിൻ്റെയുള്ള ജൻസി കലാപം ഉണ്ടാക്കി, രാജ്യത്ത് വലിയൊരു കലാപം ഉണ്ടാക്കിക്കൊണ്ട് അധികാരം പിടിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇവർക്ക് അധികാരത്തിൽ വരാൻ പറ്റുകയുള്ളൂ, രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് കോൺഗ്രസിന് ബോധ്യമായി. നേരായ മാർഗത്തിൽ കൂടി കഴിയുകയില്ലെന്നായപ്പോൾ ഇവർ യുവജനങ്ങളെ ഇളക്കി വിടാൻ നോക്കി. പക്ഷേ രാജ്യത്തെ 99.9% യുവജനങ്ങളും ഇതിനെതിരെ പുറംതിരിഞ്ഞു നിന്നു. പക്ഷേ ഇവരോടൊപ്പം കൂടിയത് ഐസ, SFI ഇതേപോലുള്ള രാജ്യവിരുദ്ധ ശക്തികൾ ഇവരോടൊപ്പം നിന്നു. അത് നാമമാത്രമായിട്ടുള്ള അവർ സമരം ചെയ്തു. ഇവർക്ക് പിന്തുണയായിട്ട് CPMൻ്റെ, ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെ മറ്റ് ഇതേപോലുള്ള രാജ്യവിരുദ്ധ ശക്തികളെല്ലാം ഇവരുടെ ഒപ്പം ചേർന്നു. ഇന്നത്തെ അവർ പാർലമെൻറ്റ് മാർച്ചിന് തീരുമാനിച്ചു. പോലീസ് അനുമതി നിഷേധിച്ചു. ഇവരെന്താണ് ചെയ്തത്? ഇവർ സമരം അക്രമാസക്തമാക്കുകയാണ് ചെയ്തത്. പോലീസിനെ ആക്രമിച്ചു. ഇവരുടെ ലക്ഷ്യം ഇവർക്കൊരു രക്തസാക്ഷി എങ്ങനെയാലും ഉണ്ടാക്കിയെടുക്കണം. എന്താണ് ചെയ്തത്? പോലീസിനെ ആക്രമിച്ചു. കല്ല് ഏറും അങ്ങനെ പല ആക്രമണങ്ങളും ഇവർ കാണിച്ചു. പോലീസ് പരമാവധി സംയമനം പാലിച്ചു. നിരവധി പോലീസുകാർക്ക് വളരെ വലിയ തോതിലുള്ള പരിക്കുകൾ പറ്റി. എന്നിട്ട് ഏറ്റവും അവസാനം ഗത്യന്തരമില്ലാതെ പോലീസ് ലാത്തി ചാർജ് നടത്തി ഇവന്മാരെ എല്ലാം അടിച്ചോടിച്ചു. ഇതിനകത്ത് പങ്കെടുത്ത ആരൊക്കെയാണ് നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ഒന്ന്, ഖാലിസ്ഥാൻവാദികൾ. പണ്ട് കർഷക സമര സമയത്ത് ഈ CPM കർഷകരെ ഇളക്കി വിട്ടിട്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അന്നും ഉണ്ടായിരുന്നു ഈ ഖാലിസ്ഥാൻവാദികൾ ഈ സമരത്തിലുണ്ടായിരുന്നു. ഐസ പോലുള്ള രാജ്യവിരുദ്ധ വിദ്യാർത്ഥി കൂട്ടായ്മകളുണ്ടായിരുന്നു. ഇന്നും അത് തന്നെ സംഭവിച്ചു. ഇവന്മാരുടെ ഒരു മുദ്രാവാക്യം പാർലമെൻറ്റിനെ തകർത്ത് നാമാവശേഷം ആക്കുമെന്നായിരുന്നു ഇവന്മാരുടെ ഒരു മുദ്രാവാക്യം. സംസദ് കോ ഉഖാഡ് ദേഗ എന്നാണ് അവന്മാർ വിളിച്ചു പറഞ്ഞത്. അതായത് പാർലമെൻറ്റിനെ അവന്മാർ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു അവർ മുന്നോട്ട് പോയത്. അതിനെ എന്തായാലും പോലീസ് ശക്തമായി നേരിട്ടു. ഭരണകൂടം ശക്തമായി തന്നെയാണ് നേരിട്ടത്. അടിച്ചൊതുക്കേണ്ടുവെന്ന്. പക്ഷേ ഇത്രയും ആയിരുന്നില്ല വേണ്ടത്. ഇതിൻ്റെ നേതാക്കന്മാർക്ക് വേണമായിരുന്നു അവന്മാരെ ഒരിക്കലും ഇനി ഇതേ രീതിയിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം, രാജ്യത്തെ അസ്ഥിരതപ്പെടുത്താൻ സാധിക്കാത്ത തരത്തിൽ ഇവന്മാരെ ശരിക്ക് പോലീസ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. വേറൊരു രാജ്യവിരുദ്ധൻ ഉണ്ടല്ലോ, നമ്മുടെ ഒരു നടൻ പ്രകാശ് രാജ്, അവനും ഉണ്ടായിരുന്നു ഈ വണ്ടിക്കകത്തിൽ ഇവനോടൊപ്പം, അഭിജിത് ദീപ്കയോടൊപ്പം.
ഇവനെയൊക്കെയായിരുന്നു തല്ലി കാലും കൈയും തല്ലി ഓടിക്കേണ്ടത് പോലീസ്. എങ്കിൽ മാത്രമേ ഇതൊരു ഇവന്മാർക്കൊക്കെ ഒരു ഈ രാജ്യത്തിനെതിരെ വിരലുയർത്തുന്നവന്മാർക്ക് ഒരു പാഠമാവുകയുള്ളായിരുന്നു എന്നുള്ളത് ആ ഒരു യാഥാർത്ഥ്യം ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ പോലീസ് പരമാവധി സംയമനം പാലിച്ചു. ഇവർ പാർലമെൻറ്റിൽ അതിക്രമിച്ച് കയറാനുള്ള നീക്കം നടത്തിയത് മുൻകൂട്ടി കണ്ട പോലീസ് അതിനെതിരെ ശക്തമായ നിലപാടെടുത്തു. ഏറ്റവും അവസാനം പോലീസ് എന്താണ് ചെയ്തത്? ഈ ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്ന ഇവരുടെ സമരപ്പന്തലിൽ നിന്ന് എല്ലാത്തിനെയും അടിച്ചോടിച്ചു. ആ സമരപ്പന്തലും പൊളിച്ച് നീക്കി. ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. വൈകിപ്പോയെങ്കിലും ഭരണകൂടം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് ഇവനെയൊക്കെ ഈ രാജ്യവിരുദ്ധന്മാരെ എല്ലാം അടിച്ചൊതുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനിയാണെങ്കിൽ തന്നെ ഇതേപോലുള്ള ഈ പ്രതിലോമ ശക്തികൾ, രാജ്യവിരുദ്ധ ശക്തികൾ എവിടെങ്കിലും തലപ്പൊക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ശക്തിയുക്തം ഇവനെയൊക്കെ അടിച്ചൊതുക്കുകയാണ് വേണ്ടത്. മുളയിലെ ഇതൊക്കെ ഇത്തരം പ്രവണതകൾ കളയേണ്ടതാണ്. ഇത്രയും നാളും സർക്കാർ കാത്തിരിക്കേണ്ടിയിരുന്നില്ല. അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മളെല്ലാം കണ്ടു. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ദേശീയ പതാകയോടൊപ്പം കോൺഗ്രസിൻ്റെയും പതാക ഉയർത്തിക്കൊണ്ടാണ് ഇവർ അക്രമത്തിന് മുതിർന്നത് എന്നതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാവും. കോൺഗ്രസിൻ്റെ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. പാർലമെൻറ്റിൽ ഇവർ ബഹളം ഉണ്ടാക്കാൻ തീരുമാനിച്ച് അന്ന് തന്നെയാണ് വെളിയിലും ബഹളം ഉണ്ടാക്കാൻ ഇവർ വേണ്ട എല്ലാ ഒത്താശകളും കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ചെയ്തത്. പാർലമെൻറ്റ് സ്തംഭിപ്പിച്ച് പാർലമെൻറ്റിൽ ഒരു കാര്യം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു കോൺഗ്രസിൻ്റെ ശ്രമം. സർക്കാരിന് എന്താണ്, പാർലമെൻറ്റിൽ ഇവരെ സ്തംഭിപ്പിച്ചാലും സർക്കാർ എടുക്കേണ്ട നടപടികൾ, നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള നടപടികൾ എന്തായാലും സർക്കാർ സ്വീകരിക്കും. അതിനെ ചെറുത് തോൽപ്പിക്കാനൊന്നും ഇവന്മാർക്ക് കഴിയില്ല. ഇത് നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമല്ലേ. ജനാധിപത്യപരമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണമാണ് രാജ്യത്ത് നടക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത എം പിമാരിൽ നിന്നാണ് നമ്മൾ മന്ത്രിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർ പ്രധാനമന്ത്രിയും മന്ത്രിമാരും രാജിവെക്കണമെന്ന് പറയാൻ ഇവനൊക്കെ ആരാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കോൺഗ്രസിന് എന്താണ് അധികാരം, അവകാശം പ്രധാനമന്ത്രി അല്ലെ മന്ത്രിമാരെ രാജിവെക്കണമെന്ന് പറയാൻ? അവർക്കെന്തേലും സർക്കാരിൻ്റെ നയങ്ങളിൽ എതിർപ്പുണ്ടെങ്കിൽ അവരുടെ പ്രതിഷേധം അറിയിക്കേണ്ടത് ജനാധിപത്യപരമായിട്ടാണ്. അല്ലാതെ ഒരു കലാപമുണ്ടാക്കി അധികാരം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയാൽ അതിനെ ഒരു ദാക്ഷിണ്യമില്ലാതെ തന്നെ അടിച്ചൊതുക്കണം. അത് രാഹുൽ ഗാന്ധി ആണെങ്കിലും മല്ലികാർജുൻ ഖാർഗെ ആണെന്നുണ്ടെങ്കിലും സോണിയാഗാന്ധി ആണെങ്കിലും സമാജ്വാദി പാർട്ടിയുടെ നേതാവുണ്ടല്ലോ, അയാളുടെ പേര് അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഏതവനാണെന്നുണ്ടെങ്കിലും അടിച്ചൊതുക്കണം. എന്നിട്ട് ഇവരുടെ മുദ്രാവാക്യത്തിനകത്തിൽ പലതും രസകരമായിട്ടുള്ളതാണ്. പാകിസ്ഥാൻ്റെ ആ വാക്കുകളാണ് ഇവർ എടുത്ത് ഉയർത്തിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷ ക്രമക്കേട് അത് പിന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ സമരത്തിനകത്തിൽ കാശ്മീരിൻ്റെ റദ്ദാക്കിയ 370 വകുപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, പാകിസ്ഥാൻ്റെ നാവാണ് ഈ കൂറകളുടെ ഈ പാർട്ടി എന്നുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങളും അത് മനസ്സിലാക്കണം. അതനുസരിച്ചാണ് ജനങ്ങൾ ഇവരോടൊക്കെ പ്രതികരിക്കേണ്ടത്. എന്നിട്ട് ഒരു വിദ്വാൻ പറഞ്ഞത്, കെജ്രിവാൾ പറഞ്ഞ 2 ദിവസം മുമ്പ്, വാങ്ചുക്കിനെ, അതായത് നിരാഹാരം കടന്ന ചുക്കിനെ കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന്. ഈ അരവിന്ദ് കെജ്രിവാളിനത് പറയാൻ എന്താണ് അധികാരം? അയാൾ ആരാണ് ഈ രാജ്യത്ത്? ഈ ഭരണകക്ഷിയിലാണ് തീരുമാനിക്കേണ്ടത് ആരെ മന്ത്രിയാക്കണം, ആരെ മന്ത്രിയാക്കണ്ട എന്നുള്ള കാര്യം. ഇയാൾക്ക് പറയാൻ എന്താണ് അധികാരം? അല്ലെ ഖാർഗെയ്ക്ക് പറയാൻ എന്താണ് അധികാരം? ഇതുപോലൊക്കെ അത് ചെയ്യണം, കേന്ദ്ര സർക്കാർ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയാൻ
മല്ലികാർജുൻ ഖർഗെക്ക് എന്താണ് അധികാരം? രാഹുൽ ഗാന്ധിക്ക് എന്താണ് അധികാരം? ഇവർക്കൊന്നും ഒരു അധികാരവും ഇല്ലാതിരുന്നിട്ടും ഇവർക്ക് അഴിമതി നടത്തണം എന്നുണ്ടെങ്കിൽ, ഇവർ അഴിമതി നടത്തി ധനം സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അധികാരം ഉണ്ടായിരിക്കണം. ഖർഗെ ആയാലും ഏത് വിദ്വാനായാലും അതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ അവർ അധികാരത്തിന് പുറത്തായതുകൊണ്ട് ഇവർക്ക് കോടികൾ സമ്പാദിക്കാൻ കഴിയുന്നില്ല, രാജ്യത്തിനെ നശിപ്പിച്ച് രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ കഴിയുന്നില്ല. അതിനുവേണ്ടി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് അവർക്ക് അഴിമതി ഭരണം നടത്തണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവർക്കുള്ളത്. അവരുടെ ആ ലക്ഷ്യം ജനങ്ങൾ മനസ്സിലാക്കി കൊണ്ട് അവരെ അധികാരത്തിൽ നിന്ന് പുറംകാല് കൊണ്ടാണ് തൊഴിച്ചെറിഞ്ഞിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. ഇവിടെ കലാപം ഉണ്ടാക്കിയാണെങ്കിൽ അവർക്ക് അധികാരത്തിലേറണം. ഈ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആണെങ്കിൽ ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടാണെങ്കിൽ കൂടി ഇവരെയൊക്കെ മര്യാദ പഠിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കേണ്ടത്. ഇങ്ങനെ നാട്ടിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് നേരെ അവരുടെ പ്രായമോ പദവിയോ നോക്കാതെ കർശനമായി നേരിട്ട് നടപടിയെടുക്കണം. അതിനാണ് കേന്ദ്ര സർക്കാർ മുതിരേണ്ടത്. അതിന് ഏതൊരു കോണിൽ നിന്ന് എതിർസ്വരം ഉണ്ടായാലും, അത് പറഞ്ഞല്ലോ, ഏതൊരു കോണിൽ നിന്ന് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതെങ്കിലും അതിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അവരെയെല്ലാം കർശനമായി നേരിടണം. അവരെയെല്ലാം മര്യാദ പഠിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. കാരണം നമ്മൾക്ക് വേണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ്, നമ്മളുടെ രാജ്യത്തിൻ്റെ വളർച്ചയാണ്, നമ്മുടെ രാജ്യം ശക്തമാക്കുക എന്നതാണ്. അതിന് വിരുദ്ധമായി നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായാൽ, നീക്കം ഉണ്ടായാൽ അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകരുത്. അതിനെ ശക്തമായി നേരിടുകയും പ്രതിരോധിക്കുകയും ചെയ്തുകൊണ്ട് അത്തരം നടപടികൾ ഉണ്ടായാൽ അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വേണം കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകാൻ. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി, നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടത്. അതാണ് ഉതകുന്നത്, വളർച്ചയ്ക്ക് ഉതകുന്നത്. ഈ ഏതെങ്കിലും ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്നും അതിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിയോ നീക്കമോ ഉണ്ടായാൽ നിങ്ങൾ വേറെ പണി നോക്കൂ എന്ന് തന്നെ പറഞ്ഞ് രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിങ്ങൾ ഇടപെടാൻ വരേണ്ട ആവശ്യമില്ല. രാജ്യം ഭരിക്കാൻ ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞങ്ങളെയാണ്, നിങ്ങളെയല്ല. നിങ്ങൾക്ക് എന്താണ് കർത്തവ്യം എന്ന് ഉള്ളത് നിങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. നിങ്ങൾ ചില പ്രത്യേക ഗ്രൂപ്പിൽ നിന്ന് ഉയർന്നു വന്നവരാണ്, അല്ല ജനങ്ങൾ നിശ്ചയിച്ചവരല്ല. അതുകൊണ്ട് നിങ്ങളെ കേൾക്കാൻ ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാനാണ് ഞങ്ങളുടെ കേൾക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബാധ്യത എന്ന് ശക്തമായ തന്നെ അത്തരം ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾക്കും പ്രതികരണങ്ങൾക്കുമെതിരെ കേന്ദ്ര സർക്കാർ കാണിച്ചു കൊടുക്കണം. അതിനേതറ്റം വരെയും പോകാൻ തയ്യാറാകണം. അടിയന്തരാവസ്ഥയെങ്കിൽ അടിയന്തരാവസ്ഥ. കാരണം നമ്മുടെ നാടിൻ്റെ വളർച്ചയും നാടിൻ്റെ ഭാവിയുമാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ചില രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ചില ഭാഗത്തു നിന്നുള്ള നടപടികളോ അല്ല നമ്മൾ മാനിക്കേണ്ടത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടവർ, ആ ജനങ്ങളുടെ ഹിതം, അവരുടെ ആഗ്രഹം ആണല്ലോ ഒരു ഭരണാധികാരിയെ നിശ്ചയിക്കുന്നത്. ഏതൊരു പാർട്ടിയും ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക മുന്നോട്ട് വെക്കും. ഇന്ന ഞങ്ങൾ അധികാരത്തിൽ വന്ന ഇന്നതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അവരുടെ പ്രകടന പത്രികയിൽ അവർ ഉൾപ്പെടുത്തി അതുമായിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ ചെല്ലുന്നത്. അത് വായിച്ചിട്ടാണ് അതെ നിങ്ങളെ ഞങ്ങൾ ഭരണത്തിലേറ്റുന്നു, ഇതെല്ലാം നടപ്പാക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഞങ്ങൾ ഭരണത്തിലേറ്റുന്നു എന്ന് പറഞ്ഞൊരു പാർട്ടിയെ ജനങ്ങൾ ഭരണത്തിലേറ്റിയാൽ ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം നടപ്പാക്കാൻ ഉത്തരവാദിത്വമുണ്ട് ഭരണകർത്താക്കൾക്ക്. അതിനുവേണ്ടിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സംവിധാനമാണ് പാർലമെൻറ്റ്. ആ പാർലമെൻറ്റിൻ്റെ അധികാരത്തിൽ കൈകടത്താൻ ഒരു ശക്തിയെയും ഭരണകർത്താക്കൾ അനുവദിക്കാൻ പാടില്ല. പാർലമെൻറ്റിൻ്റെ ഭൂരിപക്ഷമനുസരിച്ച് ഒരു തീരുമാനം അവിടെ ഉണ്ടായാൽ അത് നടപ്പാക്കാൻ, അതനുസരിക്കാൻ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ ഉള്ള ശക്തമായ നിലപാട്
കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. എങ്കിൽ മാത്രമേ ഇത്തരം രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ളത്, അതായത് ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഈ കടന്നുകയറ്റം നമുക്ക് ജനാധിപത്യത്തിന് എതിരെയുള്ള കടന്നുകയറ്റത്തിനെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് നിലനിർത്താൻ കഴിയുകയുള്ളൂ. അതിനുള്ള ആർജവത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അതാണ് ഈ നമ്മുടെ ഈ ഭാരതത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ, ഇതിൻ്റെ ഉള്ളടക്കങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമായെങ്കിൽ ഈ ചാനലിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ ഈ ചാനലിൽ ഇനിയും വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അതിൻ്റെ സൂചനകൾ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക.